guys, welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കാസ്റ്റ് അയൺ പാൻ അല്ലെങ്കിൽ സാധാരണ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ, ചീനച്ചട്ടി ആയാലും ഇരുമ്പിൻ്റെ പാൻ ആയാലും അതൊക്കെ എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വളരെ 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 കുറവാണ്. 2, 3, 4 പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ കാസ്റ്റ് അയൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സ്റ്റീൽ. ഓക്കെ, അപ്പം ഇത് ലോഡ്ജിൻ്റെ ഇരുമ്പിൻ്റെ പാനാണ്, കാസ്റ്റ് അയൺ പാനാണ്. ഓക്കെ, ഇത് ഞാൻ എപ്പോഴും നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാനോ എന്തെങ്കിലും ഉപ്മാ ഉണ്ടാക്കാനും ഒക്കെ എടുക്കാറുണ്ട്. അപ്പം ഡെയിലി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇരുമ്പ് കണ്ടോ, തുരുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നവരെ പിറ്റേ ദിവസം ഞാൻ പിന്നെ എടുക്കുള്ളൂ. അപ്പം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കും. പാൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ കുറച്ച് നല്ലെണ്ണ അതാ ഒരു തുണിയിൽ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെ കെട്ടി വയ്ക്കും എപ്പോഴും നമ്മുടെ ദോശയിലും പാനിലും ഒക്കെ തേക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നല്ലെണ്ണ നല്ലോണം ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു ബ്രഷ് കൊണ്ടോ, അതേപോലെ ഒരു ബ്രഷ് ഉണ്ടോ, എവിടെ ബ്രഷ് ഉണ്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നല്ലെണ്ണയിൽ ഇറക്കി വെച്ച തുണിയാണ് ഇത്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം അവിടേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പം എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ പാൻ നല്ല നോൺ സ്റ്റിക്കായിട്ട് വരും. നോൺ സ്റ്റിക്കിനെക്കാട്ടിലും ഹെൽത്തിയുമാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ആ ഇരുമ്പിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞ ഇരുമ്പിൻ്റെ ടേസ്റ്റ് വരില്ല, തുരുമ്പിൻ്റെ ടേസ്റ്റ് വരില്ല. നമുക്ക് ശരിക്കും നോൺ സ്റ്റിക്ക് ഇഫക്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ തുണി ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കെട്ടേണ്ടത് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇനി കെട്ടുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ പണ്ട് അമ്മമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു എൻ്റെ വീട്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കെട്ടണൊക്കെ മടിച്ചിട്ട് ലാസ്റ്റ് ഒരു തുണിയായി. ഇപ്പോൾ എല്ലാവരും ടിഷ്യൂ പേപ്പറിലാണ് ചെയ്യുന്നത്, ഞാനടക്കം. ഇപ്പോൾ വീണ്ടും ഈ പഴയ കാര്യങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവിടേക്കും പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ എണ്ണ നല്ലെണ്ണയിൽ തൊട്ട തുണിയാണിത്. അപ്പം എല്ലാവിടേക്കും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്ന് ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടാറിയ ശേഷം ഒന്ന് കഴുകിയിട്ട് നമ്മൾ എവിടെയാണോ എടുത്ത് വെക്കുന്നത് അവിടെ എടുത്ത് വെച്ചാൽ മതി. ശരിക്കും നോൺ സ്റ്റിക്ക് പാനായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സാധാരണ ചീനച്ചട്ടിയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അയൺ പാൻസ് എങ്ങനെയാണ് സീസൺ ചെയ്തെടുക്കേണ്ടത്, മെരുക്കിയെടുക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദോശക്കല്ല് ഞാൻ കുറേ കാലമായി ഇരുമ്പിൻ്റെ എടുത്തിട്ട് എനിക്ക് എന്തായാലും ഒന്നുകൂടെ ഒന്ന് മെരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് സീസൺ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പാൻ മാത്രമല്ല, ഏത് പാൻ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ട് അത് കുറേ കാലം നിൽക്കുകയുള്ളൂ. ഈ നോൺ സ്റ്റിക്കായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം എപ്പോഴും ഇരുമ്പ് പാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് കമ്പനി ആയിട്ടാണ്, ലോഡ്ജിൻ്റെ ആണ്. പക്ഷെ ഞാൻ അല്ലാതെയുള്ള നമ്മുടെ സാധാരണ ചീനച്ചട്ടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ സാധാരണ ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചീനച്ചട്ടിയാണ്. ഇത് ഇന്നലെ സീസൺ ചെയ്ത് വെച്ചതാണ്. ഇതിൽ ഇനി ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും അടിപ്പിടിക്കുകയും ഒന്നും ചെയ്യില്ല. ശരിക്കും നോൺ സ്റ്റിക്ക് എഫക്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ശരിക്കും ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് തേച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും നല്ലെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. ദോശയ്ക്കായാലും ഇങ്ങനെ കാസ്റ്റ് അയൺ സീസൺ ചെയ്യാനായാലും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലെണ്ണയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ ഇടാം നല്ലെണ്ണയുടെ ഗുണങ്ങളെ പറ്റിയിട്ട്. അപ്പം എങ്ങനെയാണ് ഇത് സീസൺ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. സീസണല്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye bye.